16-ാം ദിവസം രാവിലെ 10 മണി. ജാക്കി, നിങ്ങളുടെ ക്യാപ്റ്റൻസി ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു. ബിഗ് ബോസ് ഷോയുടെ അടുത്ത ക്യാപ്റ്റനെ നേരിട്ട് നിയമിക്കുവാനുള്ള ഒരു സുവർണ അവസരം താങ്കളുടെ കൈവശമാണ്. താങ്കളെ ഒഴിച്ച് ബാക്കിയുള്ള 7 പേരിൽ നിന്നും ബിഗ് ബോസ് ഷോയുടെ അടുത്ത ക്യാപ്റ്റനെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ബിഗ് ബോസ്, ഞാൻ പറയുന്നത് മോട്ടുവിനെയാണ്. മോട്ടു, അഭിനന്ദനങ്ങൾ. ബിഗ് ബോസ് ഷോയുടെ അടുത്ത ക്യാപ്റ്റനായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. താങ്ക് യു ബിഗ് ബോസ്, ഒരുപാട് സന്തോഷം. നന്ദിയുണ്ട് ജാക്കി. ഇനി മറ്റൊരു കാര്യം കൂടി, 4-ാം ആഴ്ചയിലെ നിങ്ങളുടെ നോമിനേഷന്റെ സമയം എത്തിച്ചേർന്നിരിക്കുന്നു. കാട്ടാക്കടക്കോഴിയിൽ നിന്നും തുടങ്ങാം. ബിഗ് ബോസ്, ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കാളിയെയാണ്. കാരണം മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കൂടുതലായും ഇടപെടാനുള്ള ഒരു ടെൻഡൻസി കാളിയെ കൊണ്ടുവന്നാൽ സ്വയമായിട്ടൊന്നും ഇവിടെ ചെയ്യുന്നില്ല. രണ്ടാമത്തത് നോബിത്തയാണ്. നോബിത്ത നിശബ്ദമായി 1-ാം ദിവസം മുതൽ കഴിഞ്ഞ 15-ാം ദിവസം മുതൽ ഇന്ന് വരെ ഇരിക്കുകയാണ്. എനിക്ക് ആദ്യം കാളിയാണ് പറയാനുള്ളത്. കാരണം ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഒരാളായിട്ട് തോന്നി. രണ്ടാമത്തേത് എനിക്ക് പറയാനുള്ളത് മിക്സിയെ തന്നെയാണ്. മിക്സി ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ആദ്യം പിങ്കി ആൻഡ് നോബിത്ത. പിങ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശ്നമുണ്ടാക്കിയിട്ടും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സില്ല. രണ്ടാമത് നോബിത്ത സൈലന്റ് പ്ലെയർ ആണ്. ജാക്കി ആൻഡ് നോബിത്ത രണ്ടുപേരും ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം കാളിയാണ് പറയാനുള്ളത്. രണ്ടാമത് ജാക്കി. കാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ. ജാക്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈലന്റ് ആയി കളിക്കുന്ന ഒരാളാണ്. കാളിയാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ആവശ്യമില്ലാതെ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ നോബിത്ത, ആരോടും അത്ര കോൺവെർസേഷൻ വെക്കുന്നില്ല. അതേപോലെ നിശബ്ദമായി ആരോടും ഒരു സംസാരമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് തോന്നുന്നു. കാളിയ ആൻഡ് മെറീന. കാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ ഒട്ടും നിൽക്കാൻ അർഹതയില്ലാത്ത ഒരു പ്ലെയർ ആണ്. മെറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീസ് എ സൈലന്റ് പ്ലെയർ. ആദ്യത്തേത് പിങ്കി, രണ്ടാമത്തേത് മിക്സി. പിങ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിങ്കി ഒരു ഫേക്ക് ആണ്. മിക്സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ അടുക്കള ജോലിക്ക് വന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിക്കുക, 4-ാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയിൽ ഉൾപ്പെട്ടവർ: 2 വോട്ടുകളുമായി ജാക്കി, 3 വോട്ടുകളുമായി മിക്സി, 2 വോട്ടുകളുമായി പിങ്കി, 4 വോട്ടുകളുമായി നോബിത്ത, 5 വോട്ടുകളുമായി കാളിയ. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു.